ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി എംബ്രോയിഡറി സ്റ്റിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് നമ്മുടെ നോർമലി എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് ഉപയോഗിക്കുക. 6 ഇഴയാണ് ഉപയോഗിക്കേണ്ടത്. 6 ഇഴ ഞാൻ ഓൾറെഡി കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനുപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ സീക്വൻസ് ആണ്. ഇതാ ഞാനിവിടെ ഈ കളർ സീക്വൻസ് ആണ്, വയലറ്റ് കളർ സീക്വൻസ് ആണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വലിയതാണ്. നമുക്ക് മാർക്കറ്റിൽ ചെറുതും വലുതും ഇതിനേക്കാൾ വലുതും ആയിട്ടുള്ള പലതരത്തിലുള്ള സീക്വൻസ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് വേണം നിങ്ങൾ സീക്വൻസ് തിരഞ്ഞെടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ വർക്കിന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ തരം സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. ഈ സ്റ്റിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഈ സ്റ്റിച്ച് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ ചെയ്ത ഒരു എംബ്രോയിഡറി ഡിസൈൻ ആദ്യം കാണിച്ചു തരാം. ഈ ഡിസൈനിൽ ഞാൻ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിന്റെ പേരാണ് പിസ്റ്റൽ വിത്ത് സീക്വൻസ്. പിസ്റ്റലില് സീക്വൻസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി വർക്കാണിത്. ഈ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണണം. അതിലൂടെ ഈ സ്റ്റിച്ച് പരിചയപ്പെടണം. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രസ്സിൽ, ചുരിദാറിലും നമ്മുടെ ബ്ലൗസിലും ഒക്കെ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാവരും കാണണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം സൂചി മെല്ലെ ഇങ്ങനെ എടുത്ത് ശേഷം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പിസ്റ്റൽ സ്റ്റിച്ച്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ആ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ മറക്കരുത്. അപ്പോൾ പിസ്റ്റൽ സ്റ്റിച്ച് ആദ്യം തന്നെ എടുക്കുക. 1 2 3 വട്ടം ചുറ്റി നീളനെ വെക്കുന്നതിന് മുൻപ് നമ്മൾ ഈ സീക്വൻസ് അതിൽ കോർത്ത് ശേഷം എവിടെയാണോ നമുക്ക് കുത്തേണ്ടത് കറക്റ്റ് സ്ഥലത്ത് തന്നെ താഴ്ത്തുക. താഴ്ത്തുമ്പോൾ നേരിട്ട് താഴ്ത്താണ്ട് ഒന്ന് തിരിച്ചിട്ട് താഴ്ത്തണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അവിടെ വരികയുള്ളൂ. കണ്ടോ, ആ പിസ്റ്റൽ കറക്റ്റായിട്ട് അവിടെ വന്നു കഴിഞ്ഞു. സീക്വൻസിന് മുകളിലായിട്ട് പിസ്റ്റൽ സ്റ്റിച്ച് ഓൾറെഡി വന്നു. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇങ്ങനെ എടുത്ത് ശേഷം പിസ്റ്റൽ സ്റ്റിച്ച് ആദ്യം എടുക്കുക. 3 വട്ടം ചുറ്റണം. ശേഷം താഴ്ത്തുന്നതിന് മുൻപ് സീക്വൻസ് കോർക്കുക. ഇങ്ങനെ കോർത്തതിന് ശേഷം നേരെ താഴ്ത്തുമ്പോൾ ചൂണ്ടുവിരൽ ഈ ഭാഗത്ത് വെക്കാൻ മറക്കരുത്. അപ്പോഴാണ് കറക്റ്റായിട്ട് പിസ്റ്റൽ സ്റ്റിച്ച് അവിടെ കിട്ടുകയുള്ളൂ. നമ്മൾ വിരലെടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പിസ്റ്റൽ സ്റ്റിച്ച് വിത്ത് സീക്വൻസ് അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇങ്ങനെ 3 വട്ടം ചുറ്റിയതിനു ശേഷം സീക്വൻസ് വെച്ച് താഴ്ത്തുമ്പോൾ ചൂണ്ടുവിരൽ വെക്കാനായിട്ട് മറക്കരുത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് പിസ്റ്റൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് അവിടെ വരികയുള്ളൂ. താഴ്ത്തുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് താഴ്ത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടുള്ള പിസ്റ്റൽ സ്റ്റിച്ച് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളുടെ ഉടുപ്പിലും ചുരിദാറിലും പിന്നെ ബ്ലൗസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലീവ്സിലൊക്കെ കൊടുക്കുമ്പോൾ ഇത് അടുപ്പിച്ച് കൊടുത്താൽ വളരെ നല്ല ഭംഗിയുള്ള ലീവ് സ്റ്റിച്ചായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു.
അപ്പോൾ ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടും. അപ്പോൾ ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇവിടെ ഞാൻ ലീഫിൽ അടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്, വളരെ അടുപ്പിച്ചല്ല, എന്നിരുന്നാലും അടുത്തായിട്ട്. അതുപോലെ നിങ്ങളും മക്കളുടെ ഉടുപ്പിലും ചുരിദാറിലും പിന്നെ ബ്ലൗസിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ ബ്ലൗസിലായിട്ടൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ വീണ്ടും കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.